രാമവർമ്മപുരത്തെ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ 17 വയസ്സുകാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ ചിൽഡ്രൻസ് ഹോമുകളിലെല്ലാം സുരക്ഷാ ഓഡിറ്റ് നടത്തും. അനാഥമായ സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്ന കുട്ടികളെയാണ് ചിൽഡ്രൻസ് ഹോമിൽ താമസിപ്പിക്കുന്നത്. സംഭവത്തിൽ കെയർടേക്കർമാർക്കെതിരെ നടപടിയുണ്ടായേക്കും. സംഭവം നടന്നയുടനെ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ വനിതാ ശിശു സംരക്ഷണ ഓഫീസർ നൽകിയ റിപ്പോർട്ടിൽ കെയർടേക്കർമാരുടെ ഭാഗത്തുനിന്ന് അശ്രദ്ധ ഉണ്ടായതായി ചൂണ്ടിക്കാണിച്ചിരുന്നു. ആക്രമിക്കാൻ ചുറ്റികയെടുത്തത് സ്റ്റോർ റൂമിൽ നിന്നാണെന്ന് കണ്ടെത്തി. ഇത് ഗുരുതര വീഴ്ചയാണെന്ന വിലയിരുത്തൽ റിപ്പോർട്ടിലുണ്ട്. പ്രാഥമിക റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറി. ഇത് സർക്കാരിന് കൈമാറി. സഹ അന്തേവാസിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ കുട്ടി സ്കൂളിലും പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. സഹപാഠിയെ മർദ്ദിച്ചതായി പറയുന്നു. ഇത് സംബന്ധിച്ച് മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിനിടയിലായിരുന്നു സംഭവം. മുഖത്ത് ക്രീം തേക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ തുടർച്ചയായിരുന്നു രാമവർമ്മപുരത്തെ ആക്രമണം. പിടിവലിക്കിടയിൽ 15 വയസ്സുകാരന്റെ ചുണ്ടിൽ മുറിവേറ്റു. ജീവനക്കാർ ഇടപെട്ടാണ് ഇരുവരെയും പിടിച്ചു മാറ്റിയത്. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുമ്പോൾ മുറിവ് വേദനിച്ചതോടെ 15 വയസ്സുകാരൻ കയ്യിൽ കിട്ടിയ ചുറ്റികയുമായെത്തി. ഉറക്കമെഴുന്നേറ്റ് ഇരിക്കുകയായിരുന്ന അങ്കിതിന്റെ തലയിൽ ആഞ്ഞടിച്ചു. ഇന്നലെ രാവിലെ 6:15-നാണ് ഉത്തർപ്രദേശ് സ്വദേശിയെ ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 15 വയസ്സുകാരനെ വിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി സൂക്ഷിച്ചിരുന്ന ചുറ്റിക വച്ചായിരുന്നു ആക്രമണം. ഈ സമയം 2 കെയർടേക്കർമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അടുത്ത മാസം 18 വയസ്സ് തികയുന്ന UP-കാരൻ കല്ലേറ്റുംകരയിലെ അഭയാശ്രമത്തിൽ നിന്ന് 2023-ലാണ് ഇവിടെ എത്തിയത്. 15 വയസ്സുകാരൻ 1 മാസം മുമ്പും. അങ്കിത്തിന്റെ സഹോദരനും അഭയാശ്രമത്തിലെ അന്തേവാസിയാണ്. 15 വയസ്സുകാരൻ ദാരുണമായി കൊലപ്പെടുത്തുന്നതിന് വഴിവെച്ചത് കെയർടേക്കർമാരുടെ ശ്രദ്ധക്കുറവും കാരണമാണ്. ബുധനാഴ്ച കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ പിരിച്ചുവിട്ടെങ്കിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ അറിയിക്കുകയോ കുട്ടികളുടെ മനസ്സ് ആശ്വസിപ്പിക്കുന്നതിന് കൗൺസിലിംഗ് നൽകുകയോ ചെയ്തില്ല. കൂടാതെ കുട്ടികൾക്ക് എടുക്കാവുന്ന വിധം മാരകായുധങ്ങൾ സൂക്ഷിച്ചതും തെറ്റാണെന്നാണ് കണ്ടെത്തൽ. കുട്ടികൾ തമ്മിൽ വഴക്കും സംഘടനവും ഉണ്ടാകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് കെയർടേക്കർമാരാണ്. അതുകൊണ്ട് കെയർടേക്കർമാർക്കെതിരെ നടപടിയുണ്ടായേക്കും. കുട്ടികൾ തമ്മിൽ വഴക്ക് കൂടിയപ്പോൾ 17-കാരൻ 15 വയസ്സുകാരനെ മർദ്ദിച്ചിരുന്നു. 15-കാരന്റെ മുഖത്തും ചുണ്ടിലും മറ്റും മർദ്ദനത്തിൽ പരിക്കേറ്റിരുന്നു. ഇന്നലെ രാവിലെ ഉറക്കമുണർന്നപ്പോൾ വേദനയുണ്ടായി. ഈ സമയം തോന്നിയ വിരോധമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടറും സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയിരുന്നു. ഇതിനിടെ എല്ലാ മാസവും മോണിറ്ററിംഗ് സമിതി ചേരുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയുണ്ടെന്നും ആരോപണമുണ്ട്. ജില്ലാ വനിതാ ശിശു സംരക്ഷണ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലാണ് ചിൽഡ്രൻസ് ഹോം പ്രവർത്തിക്കുന്നത്. രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോം ഉൾപ്പെടുന്ന വളപ്പിലാണ് സർക്കാരിന്റെ ചിൽഡ്രൻസ് ഹോം.